പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 10 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവത്തിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് കർത്താവ് നല്ലവനാകുന്നു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ ദയ ഞങ്ങളോട് വലുതാകിയാൽ സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളോടുള്ളത് വലുതാകിയാൽ സ്തോത്രം. അപ്പോൾ അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. നിത്യസ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തു യേശുവിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവാ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. ഞങ്ങളോടുള്ള വലിയ സ്നേഹം മുഖാന്തരം സ്വർഗീയ സുഖങ്ങളെ വെടിഞ്ഞ് ഞങ്ങളെ തേടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ യേശുവായി ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ യേശുവായി ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ യേശുവായി ഞങ്ങൾ ആരാധിക്കുന്നു. ആ നാമം സകല നാമത്തിലും മേലായ നാമമാകിയാൽ സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. അപ്പാ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, മാറാത്തവനാകുന്നു. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങ് ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ സമയങ്ങളിൽ ആമേൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ നന്മ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മേൽ ദൈവിക വിടുതലുകൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഭയങ്ങൾ മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ സ്പിരിറ്റ് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭയത്തിൻ്റെ സ്പിരിറ്റ് വിട്ടുപോകട്ടെ. എല്ലാ തരത്തിലുള്ള ഭയം, മരിച്ചു പോകുമോ എന്നുള്ള ഭയം, ആമേൻ, തോൽവി വരുമോ എന്നുള്ള ഭയം, ആമേൻ, രോഗം വരുമോ എന്നുള്ള ഭയം, മക്കൾ നശിച്ചു പോകുമോ എന്നുള്ള ഭയം, അയ്യോ ഭാവി എന്തായി തീരുമെന്നുള്ള ഭയം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഭയങ്ങളും ആമേൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ആമേൻ. ഭയത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അതുപോലെ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണം. ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യം കൊടുക്കണം കർത്താവേ. പ്രത്യേകിച്ച് ആമേൻ വീക്ക്നെസ്സുകൾ, ആമേൻ നടക്കുമ്പോൾ ആമേൻ ആടിപ്പോകുന്ന അനുഭവങ്ങൾ, ആമേൻ തല കറങ്ങുന്ന പോലെ തോന്നുന്ന അനുഭവങ്ങൾ, ബാലൻസ് തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസറേയനായ യേശുവിൻ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. ശരീരത്തിലേക്ക് ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. ആരോഗ്യമുള്ളവരായി തീരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. ആമേൻ. ദൈവിക ജീവൻ അവരുടെ മേൽ ഇറങ്ങട്ടെ. അവർ അത്ഭുതകരമായി സ്വതന്ത്രരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾ ആമേൻ നാളുകളായി കർത്താവെ ബെഡ്റിഡനായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല, സ്വയമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ആമേൻ ബെഡ്റിഡനായിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ യേശുവിൻ നാമത്തിൽ അവർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ എഴുന്നേൽക്കട്ടെ. അതുപോലെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. ആമേൻ. ആ സ്പിരിറ്റ് അവരെ വിട്ടുപോകട്ടെ.
അവർ പൂർണ്ണ സ്വസ്ഥതയുള്ളവരായി തീരട്ടെ. ഇപ്പോൾ തന്നെ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ ഹൈപ്പർ ആക്ടിവിറ്റിയും സ്റ്റോപ്പ് ആകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വ്യക്തമായ എവിഡൻസോടുകൂടി ഇപ്പോൾ ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. അവർ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ആമേൻ, ആമേൻ, ആമേൻ ഉണ്ടാകട്ടെ. ദൈവിക പ്രവൃത്തി കാണുവാൻ ഇടവരട്ടെ. കർത്താവ് അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. സകല മഹത്വം പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലത്തെ നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് അനുവദിച്ച നാളെ രാത്രി വീണ്ടും ആമേൻ, ആമേൻ, നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥിക്കുക, ദൈവപ്രവൃത്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊരു ചടങ്ങാകാതെ ലോകവ്യാപകമായി ഉണർവിന് കാരണമാകുവാൻ, അനേക കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ, അനേക പ്രിയപ്പെട്ടവർ രക്ഷയിലേക്ക് വരുവാൻ, ആമേൻ, അനേകർ ആത്മാവിൽ ബലപ്പെടുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കാരണമായി തീരുവാൻ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് 34-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭം വാക്യങ്ങൾ നമുക്ക് വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ആമേൻ. 34-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന ഇതാണ്. ആമേൻ, ആമേൻ, ആമേൻ. സങ്കീർത്തനം 34 എന്ന് പറയുന്നത് ശൗലിൻ്റെ അടുക്കൽ നിന്നും നമ്മുടെ ദാവീദ് ആമേൻ പ്രാണരക്ഷാർത്ഥം ഓടി പോയി അവസാനം അബീമേലെക്ക് എന്ന് പറയുന്ന ശത്രു രാജാവിൻ്റെ അരമനയിൽ നിൽക്കുന്ന രംഗമാണ്. അവിടെ വെച്ച് ദൈവിക ജ്ഞാനം ദാവീദിൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയെ പോലെ അഭിനയിച്ചു. അവൻ മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയെ പോലെ അഭിനയിച്ചു. ഭിത്തിയെ ചൊറിഞ്ഞ് അവൻ വായിൽ നിന്ന് തുപ്പലുകളൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് നിൽക്കുമ്പോൾ രാജാവ് തൻ്റെ അരമനയിൽ തന്നെ പുറത്താക്കി. ആ പുറത്താക്കിയ രംഗത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ദാവീദ് ഒറ്റപ്പെട്ടിരിക്കുന്ന അനുഭവം, ഭവനമില്ല, ആരുമില്ല, കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, ആരുമില്ലാതെ ഭാവി അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ എന്തായിത്തീരുമെന്ന് അറിയാൻ മേലാതെ നിൽക്കുമ്പോഴാണ് ഈ 34-ാം സങ്കീർത്തനം ചമയ്ക്കുന്നതെന്നാണ് ചരിത്രകാരൻ പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ സങ്കീർത്തനം എഴുതുന്ന രംഗം, അവൻ ആരുമില്ല തൻ്റെ കൂടെ, താൻ ഒറ്റപ്പെട്ടു, ഏകനായി, നിന്ദ്യനായി, പരദേശിയായി ആമേൻ, ആമേൻ പാർക്കുന്നു. തൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്നു. എല്ലാം കൊണ്ട് തകർന്ന് ആമേൻ നിൽക്കുന്ന അനുഭവത്തിലാണ് ആമേൻ ഈ സങ്കീർത്തനം 34 എഴുതുന്നത്. അവിടെ ആ കൂട്ടത്തിൽ ശൗലാണ് തന്നെ പിന്തുടരുന്നുണ്ട്, തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് പിന്തുടരുക. എന്നാൽ സങ്കീർത്തനം 34 നോക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൻ്റെ സങ്കീർത്തനമാണ്, ഭയങ്കര കോൺഫിഡൻസിൻ്റെ സങ്കീർത്തനമാണ്, ഭയങ്കര വിശ്വാസത്തിൻ്റെ സങ്കീർത്തനമാണ്. കാരണം എന്നാ? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദാവീദിന് ദൈവത്തിലുള്ള വലിയ ഉറപ്പാണ്. ആമേൻ. ഈ സ്തുതി എന്ന് പറയുന്നത് ഒരു റിയാക്ഷനല്ല, സ്തുതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്. ദാവീദിന് ഇവിടെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണേ കഷ്ടതയെക്കുറിച്ച് പറയാം, പ്രശ്നത്തെക്കുറിച്ച് പറയാം, പ്രയാസത്തെക്കുറിച്ച് പറയാം. പക്ഷെ ദാവീദ് അവിടെ നിന്ന് സെലക്ട് ചെയ്തത് എന്താണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുക, പ്രയാസത്തിൻ്റെ മുമ്പിൽ നിൽക്കുക, എന്താകുമെന്ന് അറിയാൻ മേലാതെ നിൽക്കുക. പക്ഷേ ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഞാൻ കർത്താവിനെ സ്തുതിക്കും. ദാവീദിൻ്റെ സർക്കംസ്റ്റാൻസസ് ആമേൻ സാഹചര്യം അനുകൂലമാണോ? അല്ല. പക്ഷേ ദാവീദിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളോ സാഹചര്യത്തിനൊത്ത വാക്കുകളല്ല ദാവീദിൻ്റെ വായിൽ നിന്ന് വന്നത്. ദാവീദിൻ്റെ വായിൽ നിന്ന് വന്ന് സാഹചര്യത്തിനനുസൃതമായ വാക്കുകളല്ല, മറിച്ച് തന്നിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് വന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം സ്തുതി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന നല്ല സാഹചര്യങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ റിയാക്ഷനോ അല്ല. സ്തുതി എന്ന് പറയുന്നത് വിശ്വാസത്തോടെയുള്ള നമ്മുടെ ഒരു തീരുമാനമാണ്. എന്ത്? ഞാൻ കർത്താവിനെ എന്നാ വന്നാലും ദൈവത്തെ സ്തുതിക്കും. അവൻ ഞാൻ കർത്താവിൽ മാത്രമേ പ്രശംസിക്കത്തുള്ളൂ. ദാവീദ് അവിടെ ഒരു രീതിയിലും തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നില്ല. ദാവീദ് അവിടെ നിന്ന് പറയുന്നത്, ഞാൻ ദൈവത്തെ ഉയർത്തും. എന്നിട്ട് മറ്റുള്ളവരോട് പറയാം, നിങ്ങൾ എന്നോട് കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
മഹിമപ്പെടുത്താം. നമ്മൾ ദൈവത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ താഴോട്ട് പോകാൻ തുടങ്ങും. നമ്മൾ പ്രശ്നത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രശ്നം വലുതാകാൻ തുടങ്ങും. മറിച്ച് ദൈവത്തെ ഉയർത്തണം. എന്തിനെ ഉയർത്തുന്നോ അത് ഉയർന്നിരിക്കും, അത് വലുതായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ പ്രതിഫലിക്കുവാൻ തുടങ്ങും. അപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞു, എൻ്റെ ദൈവമാ വലിയവൻ, എൻ്റെ ദൈവമാ വിശ്വസ്തൻ, എൻ്റെ ദൈവമാ മതിയായവൻ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, എന്തിനെ നമ്മൾ ഉയർത്തുന്നു? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെയാണോ ഉയർത്തുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലുതായിട്ട് വെളിപ്പെട്ട് വരും. ആമേൻ. പ്രശ്നത്തെ എൻ്റെ ബ്രദറെ എന്ത് ചെയ്യാൻ, ഒന്നും ശരിയാകത്തില്ല, എല്ലാം പ്രശ്നമാണ്, എല്ലാം എന്ന് പറയുമ്പോൾ എന്ത് വരും? നിങ്ങളുടെ ജീവിതം പ്രശ്നം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവത്തെ ഉയർത്തിയാലോ ദൈവം നമ്മളെ ഉയർത്തുവാൻ ഇടവരും. എന്നിട്ട് പറയാം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തുക. എന്തോ അതിൻ്റെ അർത്ഥം? എന്നോട് ചേർന്നിട്ട് ഈ മഹിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആമേൻ ഉയർത്തുക. നമ്മളിപ്പോൾ മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ടല്ലോ, ഈ നമ്മൾ പറഞ്ഞ എന്നാ പറയുന്നത്, വലിയ ലെൻസിനകത്തോട് ഒരു അക്ഷരം നോക്കുമ്പോൾ ഈ അക്ഷരത്തെ വലുതായിട്ട് കാണാവുന്നത് പോലെ ദൈവത്തെ ഉയർത്തുവാൻ വലുതാക്കി ചിത്രീകരിക്കുക ദാവീദ്. എൻ്റെ ദൈവം വലിയവനാകുന്നു, എൻ്റെ ദൈവം വിശ്വസ്തനാകുന്നു, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. ആ ദൈവത്തെ ഉയർത്തുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ ചെറുതായിക്കൊണ്ടുവരും. അവൻ തന്നെ പറഞ്ഞു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമള്ളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. അവൻ വിടുവിക്കുവാൻ ശക്തനാണ്. ആമേൻ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് നമ്മളെ വിടുവിക്കാൻ മതിയായവനാണ്. പക്ഷേ എന്ത് വേണം? നമ്മൾ വിശ്വാസത്തോടെ, ഏകാഗ്രതയോടെ, താഴ്മയോടെ ആ കർത്താവിൽ ആശ്രയിക്കുന്നവരായി തീരണം. പ്രശ്നത്തെ ഉയർത്തിയാൽ പ്രശ്നം നിങ്ങളെ ജീവിതത്തെ ബാധിക്കും. ദൈവത്തെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് ദാവീദിൻ്റെ ആ ഒരു സീക്രട്ട് മനസ്സിലായോ? ദാവീദ് ദൈവ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പ്രശ്നത്തെ ഉയർത്തുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകും. മറിച്ച് നമ്മളെപ്പോഴും ആരെക്കുറിച്ച് പറയാം? യേശുവിനെ കുറിച്ച് പറയും. യേശു നല്ലവനാണ്, യേശു വിശ്വസ്തനാണ്. നിങ്ങളുടെ അടുക്ക് യേശു ഉണ്ട്. ആ യേശുവിനെ കണ്ടുകൊണ്ട് എപ്പോഴും പറയാം. പ്രശ്നത്തിന് നടുവിൽ നിന്നുകൊണ്ട് പറയാം, യേശു എനിക്കറിയാം എൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഇതിനകത്തൊന്ന് വിടുവിപ്പാൻ അങ്ങ് ശക്തനാണ്, ഈ രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ അങ്ങ് ശക്തനാണ്, ഈ വിഷയത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരാൻ അങ്ങ് ശക്തനായ യേശുവെ എന്ന് നമ്മൾ യേശുവിനോട് പറയുമ്പോൾ ഹല്ലേലൂയ, ആ യേശുവിൻ്റെ പ്രസൻസിനാൽ നിങ്ങൾ നിറയുവാൻ ഇടവരും. ആമേൻ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും, പല പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാകും. അതിനെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ യേശുവിനെ ഒന്ന് ഉയർത്തി നോക്കിക്കേ, യേശു ചെയ്ത അത്ഭുതങ്ങളെ ഒന്ന് വർണ്ണിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ചെയ്തതിനെ ഒന്ന് വിവരിച്ച് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും, അത്ഭുതമായി തീരും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാട്ട് കേട്ടോ. ആമേൻ. പ്രശ്നത്തെക്കുറിച്ച് പറയാതെ ഇന്നത്തെ പകൽക്കാലം യേശുവിനെക്കുറിച്ച് തന്നെ പറഞ്ഞ്, പ്രതിസന്ധിയെക്കുറിച്ച് പറയാതെ യേശുവിനെക്കുറിച്ച് തന്നെ പറഞ്ഞ്, രോഗത്തെക്കുറിച്ച് പറയാതെ യേശുവിനെക്കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞ്, എന്താ പറയണ്ടേ, നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങൾ എന്ന് പറയും. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയവനാ, യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. യേശു കുരുടന് കാഴ്ച കൊടുത്തവനാ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കണ്ണും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.